നമസ്കാരം, ഞാൻ സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചേറുംപറ്റക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉള്ളത്. മനോഹരമായിട്ടുള്ള മലയുടെ മുകളിലുള്ള നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം, അത്രയും വൈബാണ് ഇവിടെ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഈ അമ്പലത്തിലാണ് രാധാകൃഷ്ണേട്ടൻ എന്ന് പറയും. രാധാകൃഷ്ണേട്ടനാണ് കൂടെ ഉള്ളത്. അപ്പോൾ 26 വർഷമായിട്ട് ഈ അമ്പലത്തിൽ തന്നെയാണ് രാധാകൃഷ്ണേട്ടൻ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം, ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ. നമസ്കാരം. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഏകദേശം ഈ ക്ഷേത്രം? 2000 വർഷത്തെ പഴക്കമുണ്ടാവും. 2000 വർഷം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം ചുരുക്കത്തിലൊന്ന് പറയാമോ ഈ പ്രതിഷ്ഠയുടെ? ചേർന്നക്കമനക്ക് നിന്ന് ഒരു തിരുമേനി മൂകാംബിയെ പോലെ ബന്ധിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അവർക്ക് വയ്യാണ്ടായപ്പോൾ കൊടയിൽ വന്നതാണത്. ഇവിടെ എത്ര വർഷമായി ശാന്തിയായിട്ട്? 72 50 വർഷത്തിലധികമായി. 55 വർഷത്തോളമായി. വെളിച്ചപ്പാടാണ് അമ്പലത്തിലല്ലേ? ഈ അമ്പലത്തിലെ മാത്രമാണോ അതോ ഈ അമ്പലത്തിൽ കലശാലി വെളിച്ചപ്പാടാണ്. 30 വർഷമായി വെളിച്ചപ്പാടായിട്ട്. 30 വർഷമായിട്ട് വെളിച്ചപ്പാടായിട്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ അമ്പലത്തിൻ്റെ. അപ്പോൾ ഈ അമ്പലത്തിൽ വന്നപ്പോൾ എന്താണ് ഒരു അനുഭവം? അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഓരോ അമ്പലങ്ങൾ കുറേ അമ്പലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടോ? വള്ളുവനാട്ടിലൊരു അതിപ്രശസ്തമായൊരു ഭഗവതി ക്ഷേത്രമാണ്. ഇവിടുത്തെ പൂരൊക്കെ വളരെ പ്രസിദ്ധമാണ്. വളരെ കേമമായിട്ടാണ് ഇവിടെ ഒരു ദിവസം തന്നെ ആന, കുതിര, തേര്, കാള എല്ലാം ചേർന്നൊരു അതിഗംഭീരമായിട്ടുള്ളൊരു പൂരമാണ് ഇവിടെ നടന്നു വരാറ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്, ദേവീക്ഷേത്രമാണ്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് വള്ളുവനാട് ഒരു അതിപ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ചേറുംപറ്റ ഭഗവതി ക്ഷേത്രം. കമ്മിറ്റി മെമ്പറാണ് അല്ലേ? ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ. അതെ, നമസ്കാരം. പേര്? സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ. ഇവിടെ ഏത് സമയത്താണ് ഇവിടെ ഉത്സവം നടക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഏതാ? ഇത് ഇവിടെ പൂരം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഇത്. പിന്നെ താല്പര്യമുണ്ട്. പൂരാണ് ആഘോഷത്തോടു കൂടി കൊണ്ടു നടക്കുന്ന മണ്ഡല താല്പര്യമുണ്ട്. അതെ. അതായത് ഏത് സമയത്താണ് ഇവിടെ ഉത്സവം നടക്കല്? മീനത്തിലെ ചോദ്യ നാളിലാണ് മുള കൊടിയേറ്റം. അതല്ല, ഇത് ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ്? ഇത് മലബാർ ദേവസ്വം. മലബാർ ദേവസ്വം അല്ലേ? ഇതാണ് ചേറുംപറ്റക്കാവ് ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ചളവറയിൽ ആണ് വള്ളുവനാട്ടിലെ തന്നെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉദ്ദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ചേറുംപറ്റ മനക്കിലെ മൂകാംബിക ഭക്തനായ ഭട്ടതിരിപ്പാട് മാസം തോറും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പതിവായിരുന്നു. പ്രായാധിക്യത്താൽ മൂകാംബിക ദർശനത്തിന് ഇനി വരാൻ സാധിക്കില്ല എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു എന്നും ആയത് പ്രകാരം അദ്ദേഹത്തോടൊപ്പം വാൽക്കണ്ണാടിയിൽ ദേവി ചൈതന്യം ചേറുംപറ്റ മനയിൽ എത്തി എന്നും പറയപ്പെടുന്നു. ഭട്ടതിരിപ്പാടിന്റെ കാലശേഷം ഇരിപ്പിടം തേടി ദേവി പുറപ്പെടുകയും പാറക്കെട്ടുകളും മരങ്ങളും ചോലയുമുള്ള പ്രകൃതി രമണീയമായ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരവാസമുറപ്പിച്ച് ഭക്തർക്ക് ദർശനം നൽകി വരികയാണെന്നും പറയപ്പെടുന്നു. സ്ഥലം ഉടമയായ തൃക്കിടീരി കണ്ണന്നൂർ പടസ്വരൂപത്തിൽ മൂപ്പിൽ നായർ പ്രശ്നവിധി നടത്തി ക്ഷേത്രം നിർമ്മിച്ചു എന്നും അന്നത്തെ പഴയ ചോലയാണ് ഇന്നു കാണുന്ന
ക്ഷേത്രകുളമായി പരിണമിച്ചതെന്നും പറയപ്പെടുന്നു. ചേറമ്പറ്റ ഭട്ടതിരിപ്പാടിന്റെ കൂടെ വന്നതിനാലാണ് ചേറമ്പറ്റ ഭഗവതി എന്നറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. മീനത്തിൽ ചോതിനാളിൽ ഇവിടെ ഉത്സവത്തിന് കൊടിയേറുന്നു. ഉത്സവം 7 നാൾ നീണ്ടു നിൽക്കുന്നു. ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഈ ക്ഷേത്രം ദർശിക്കുവാനും ഇതിന്റെ മനോഹാരിത ആസ്വദിക്കുവാനുമായി നിരവധി ആളുകളാണ് പുറം ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് ദേവി എന്നും ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി കൈകൂപ്പി പ്രാർത്ഥിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വാസികൾ അവകാശപ്പെടുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ആൽമരങ്ങളും ക്ഷേത്രക്കുളവും ഈ ക്ഷേത്രത്തിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. വിളക്കുമാല, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല, നെയ്വിളക്ക്, പട്ടുചാർത്തൽ, താലി ചാർത്തൽ, മുട്ടറുക്കൽ, സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി, ഐക്യമത്യ പുഷ്പാഞ്ജലി, നാഗപൂജ, ചുറ്റുവിളക്ക്, വിവാഹം, കളംപാട്ട്, ഉദയാസ്തമന പൂജ എന്നിവ ഇവിടുത്തെ വഴിപാടുകളാണ്. പ്രകൃതിരമണീയമായ സ്ഥലത്ത് പാറക്കെട്ടുകൾക്ക് മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ മനോഹരമായ ഒരു പത്തായപ്പുരയുമുണ്ട്. ഈ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്.